എക്കിനി മട്ടൻ പുലാവ് കണ്ടിട്ടുണ്ടാ ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ഈ കാണുന്ന ഇടി തുടങ്ങിയ കാഹളം വാങ്ങിയെന്ന് അതിൻ്റെ അർത്ഥട്ടാ. നമ്മൾ നല്ല മട്ടന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ചതച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടതിന് ശേഷം ഒരു 4 വിസിലടിക്കുന്നവരവിടെ മാറ്റി വെക്കാം. അതിൻ്റെ ഇടയിൽ വലിയൊരു ചെരുവെടുത്തിട്ട് അതിലേക്ക് നല്ല മട്ടൻ്റെ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഗ്രാമ്പു, ഏലക്ക, പട്ട, തക്കോലൊക്കെ ഇട്ടിട്ട് കുറച്ച് സവാള വെട്ടിയിട്ട് ഒരു 4 സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മാമൻ്റെ മാനക്കൊണ്ട് തന്നെ ഇളക്കാൻ ഏൽപ്പിച്ച്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനും നന്നായിട്ടൊന്ന് ഇളക്കാൻ വന്നിട്ടുണ്ട്. അവൻ്റെ ഇളക്കൽ പോരാന്നുണ്ടപ്പോൾ ഞാൻ ഇളക്കാൻ കൂടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 4 തക്കാളി കേട്ടോ. ആ 4 തക്കാളിയും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, കുറച്ച് മല്ലിയില, പുതിന, വേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറിന് ആവശ്യമുള്ള അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരമണിക്കൂറോളം സോക്ക് ചെയ്ത് നല്ല ഗൗതമിൻ്റെ റൈസാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ സവാളൊക്കെ വഴറ്റി വന്നതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, ഗരം മസാല, നമ്മൾ മട്ടൻ മസാലയും കൂടി ചേർത്ത് ഇളക്കുക. ഈ മസാലപ്പൊടികൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ 4 വിസിലടിച്ച് മട്ടൻ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് മസാലയിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം ആഡ് ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അരിക്ക് നമ്മൾ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. അതിന് നമ്മൾ മട്ടൻ വെച്ചെടുത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ആ സ്റ്റോക്കും കൂടി ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ലേശം വിനാഗിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അത് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വെള്ളം വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം വറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മേലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ദം ചെയ്യാൻ വെക്കാൻ കേട്ടോ. 20 മിനിറ്റ് ശേഷം കാണുന്ന കോലാണിത്. പുലാവ് നമ്മളെ ബിരിയാണി പോലെ ഒന്നല്ല കേട്ടോ, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് കഴിച്ച് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ ഉണ്ടാവുക നമ്മളെ ഫുഡിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മളെല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ്. ഓരോരുത്തർക്കായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കുള്ള പാത്രം എടുത്തു എന്നിട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ഫുഡും ചാനലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, ഭിന്നാഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമ്മളെപ്പോലെ എല്ലാവരും എന്ത് ചെയ്യുക, ഒപ്പിരുന്ന് കുക്ക് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, സംസാരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.